അതോ ഇതിന്റെ വ്യക്തമായ പഠനമോ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് മന്ത്രിമാരൊക്കെ ഒരു മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് പറഞ്ഞത് അത് ലക്ഷ്യമിട്ടായിരിക്കും. കാരണം ഇത് സാധാരണ നിലക്ക് ഇത്തരം കാര്യങ്ങളിൽ ആര് പ്രതികരിക്കുന്നത്, മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും എല്ലാം പ്രതികരിക്കുന്നത് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും. അതിനു മുൻപ് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടെ പ്രതികരണങ്ങൾ നടത്തുന്നത് അത് ഗുണമല്ല ചെയ്യുക. അത് വേണ്ടാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയാകും. അത് മേലിലും ഈ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ നടത്തിയ പ്രതികരണങ്ങൾ തീർത്തും അനീതമായിട്ടുള്ളവയടക്കമുണ്ട്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയാതെ പറഞ്ഞൊരു കാര്യം, സോയിൽ ടെസ്റ്റ് നടത്തിയില്ല. സോയിൽ ടെസ്റ്റ് വേണമെന്ന് കേരളയുടെ കാര്യത്തിൽ താൻ പറഞ്ഞിരുന്നു, ദേശീയപാതയുടെ കാര്യത്തിൽ പറഞ്ഞിരുന്നു, ഇവിടെയും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ സോയിൽ ടെസ്റ്റ് നടത്താത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു സൂചിപ്പിക്കൽ ഉണ്ടായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ. അത് എന്താണ് അതിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത്? മാത്രമല്ല അത് ഈ പദ്ധതിക്ക്, തുരങ്കപാത പദ്ധതിയുടെ അനുമതിയെ അല്ലെങ്കിൽ അതിന്റെ പാരിസ്ഥിതികാഘാത പഠനത്തെയൊക്കെ അതിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ ചോദ്യം ചെയ്യുന്നതാണ്. അല്ല, തുരങ്കപാതയെ പറ്റി അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹവും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. തുരങ്കപാതക്ക് ആദ്യം അനുകൂലമായിരുന്നില്ല, അങ്ങനെയൊരു നിലപാടിലായിരുന്നു അദ്ദേഹത്തിന് ചില പ്രതികരണങ്ങൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അഭിപ്രായങ്ങൾ ആ ഘട്ടത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ഇത് പിന്നീട് ആ രീതി കണ്ടിട്ടില്ല. ഇതിനനുകൂലമായി നിൽക്കുന്നു എന്നൊരു പ്രതീതിയാണ് പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷേ ആദ്യത്തെ ഒരു ധാരണ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കാൻ ഉള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നുവെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. കാരണം ഇന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളവുമായി ബന്ധപ്പെട്ട ഏത് വികസന പദ്ധതികളും അത് ശരിയായ രീതിയിൽ നടപ്പാക്കാനുള്ള ചുമതലയാണ് അദ്ദേഹം ഇന്ന് വഹിക്കുന്നത്. ഏത് പദ്ധതിക്കെതിരെയും തെറ്റായ ഒട്ടേറെ ആക്ഷേപങ്ങൾ ഉയർത്താൻ ബോധപൂർവം തന്നെ ചിലർ ശ്രമിച്ചു എന്ന് വരും. ആ ശക്തികളുടെ ഭാഗമായി മാറാൻ ഒരു ഘട്ടത്തിലും ഒരു മുഖ്യമന്ത്രിക്കുമാവില്ല. അപ്പോൾ അത്തരം ശക്തികളെ നിർവീര്യമാക്കുകയും പദ്ധതി നാടിൻ്റെ താല്പര്യത്തിന് ഗുണകരമായത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുക എന്നതാണ് മുഖ്യമന്ത്രി അർപ്പിതമായിട്ടുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം. ആ ബാധ്യതയാണോ അദ്ദേഹം നിറവേറ്റുന്നത് എന്ന് ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നതിലൂടെ അദ്ദേഹം തന്നെ സ്വയംവിമർശപരമായി പരിശോധിക്കേണ്ട കാര്യമാണ്. ഏതായാലും പദ്ധതി നാടിനാവശ്യമായിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ മുന്നേറ്റത്തിന് അത് അങ്ങേയറ്റം വഴിവെക്കുന്നൊരു കാര്യമാണ്. ആ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിനുള്ള ഇടപെടലും ആവശ്യമായ ജാഗ്രതയുമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. തുരങ്കപാത നടപ്പിലാക്കാൻ വൈകിട്ട് പല കാര്യങ്ങളും ചെയ്തു. ഈ പഠന റിപ്പോർട്ടുകൾ അനുകൂലമാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ തിരുത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിച്ചിരുന്നു. അതിനാണ് ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞത്. ഞാൻ വിശദമായി പറഞ്ഞില്ലേ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുതാര്യമായാണ് കാര്യങ്ങളെല്ലാം നടന്നത്. അതിൻ്റെ ഭാഗമായുള്ള തെളിവെടുപ്പുകൾ നടന്നു. അത് 2 കലക്ടർമാർ തന്നെയാണ് അത് ജില്ലകളിൽ നടത്തിയത്. ആളുകൾ അതിനെതിരെ തെളിവുകൾ കൊടുക്കേണ്ടവർ കൊടുത്തു. ആർക്കെല്ലാം അഭിപ്രായം പറയണോ അതെല്ലാം പറഞ്ഞു. അതെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ബന്ധപ്പെട്ട കമ്മിറ്റി പാരിസ്ഥിതിക അനുമതി സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും നൽകുന്നത്. അവിടെ തീരുന്നില്ല അത്. അതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ ഹൈക്കോടതിയിൽ വാദപ്രതിവാദം നടന്നു. അതുമായി ബന്ധപ്പെട്ട് പോയ കേസിൻ്റെ ഭാഗമായി അതെല്ലാം കേട്ടതിന് ശേഷം ഹൈക്കോടതി തീരുമാനം വന്നു. ഹൈക്കോടതി തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി.
സുപ്രീം കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് സുപ്രീം കോടതിയിൽ തീരുമാനമെടുത്തത്. ഇതെല്ലാം നടന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പരിശോധനയും ജുഡീഷ്യൽ സ്ക്രൂട്ടിനി അടക്കം നടന്നതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. ഈ നിർമ്മാണം നടക്കുന്ന സമയത്ത് സംരക്ഷണ ഭിത്തി കെട്ടിയിരുന്നു. മുൻപ് അവിടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിശോധന നടത്തി കഴിഞ്ഞ ജൂണിൽ. അപ്പൊ അതിന് പ്രകാരം ഈ പരിശോധന നടത്തിയപ്പോൾ അവിടെ വിള്ളലുണ്ട്, മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ നിർമ്മാണ ചുമതലയുള്ള കമ്പനി കോൺക്രീറ്റ് റെയിൽവേ കോർപ്പറേഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിൽ ഒരു ഇടപെടൽ കൊടുക്കുക സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ചയുണ്ട്. അത്തരം റിപ്പോർട്ടിനെ കുറിച്ച് എനിക്കറിയില്ല എന്താണെന്നത്. കഴിഞ്ഞ ജൂൺ 13-ാം തീയതി വരെ ഒരു പഠനം നടത്തി GSI അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ പറയുന്നത് അവിടെ മണ്ണിടിച്ചിട്ട് സാധ്യതയുണ്ട്, കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ച സംരക്ഷണം നിർമ്മിച്ച പലയിടങ്ങളിലും വിള്ളലുകളുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. മൺകൂടി അല്ല ചെയ്തു വന്നത് വിള്ളൽ കൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം മണ്ണിടിച്ചിട്ടുണ്ടായതെന്നാണ് GSI ഇപ്പത്തിലാണ്. അതിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തണമെന്ന് പറഞ്ഞല്ലോ. ആ പരിശോധനയുടെ ഭാഗമായി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരടക്കമുള്ള കമ്മിറ്റിയാണല്ലോ പരിശോധിക്കുക. അതിന്റെ ഭാഗമായി പുറത്തു വരട്ടെ കാര്യങ്ങൾ. പൊതുമരാമത്ത് വകുപ്പ് എല്ലാ പരിശോധനയും നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന കുറവൊന്നുമില്ല. അവർ തന്നെയാണല്ലോ ഇപ്പോഴും മേൽനോട്ടം വഹിക്കുന്നത്. പക്ഷേ ഇവിടെ കാണേണ്ട കാര്യം തീരുമാനിച്ച കാര്യങ്ങൾ ആ തീരുമാനിച്ച രീതിയിൽ നടപ്പാക്കിയില്ല എന്നുള്ളതാണ്. ഇവിടുന്നല്ലാരോ ഈ പറയുന്ന ദുരന്തം സംഭവിക്കുന്നത് മേലയിൽ നിന്നാണല്ലോ. ആ മേലയിൽ നിന്ന് ദുരന്തം സംഭവിച്ച് അവിടുന്ന് പൊട്ടി വരുന്ന മണ്ണും വെള്ളവും അത് താഴോട്ട് വരുമ്പോൾ കൂടുതൽ ഊക്കോടെ വരികയാണ്. താഴെയുള്ളതിനെ എല്ലാം നീക്കുകയാണ്. അപ്പോഴാണ് അതിന് ശക്തി പകരത്തക്ക രീതിയിൽ കുറച്ച് മണ്ണും കിട്ടുന്നത്. ആ മണ്ണടക്കമാണല്ലോ ഒഴുകി വരുന്നത്. അങ്ങനെയാണല്ലോ ഈ മീനാക്ഷി പാലം ആകെ പൂർണ്ണമായിട്ട് അടഞ്ഞു കിടക്കുന്ന ഈ അവസ്ഥയുണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാമല്ലോ അല്ലേ? ടൗൺഷിപ്പ് നമ്മുടെ കൈ ടൗൺഷിപ്പ് നിർമ്മാണം കുറച്ച് അഡീഷണൽ അനിശ്ചിതത്വമുണ്ട്. ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസറെ ഇവിടെ സ്ഥലം മാറ്റിയിട്ട് പുതിയ ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസറെ നിയമിച്ചിട്ടില്ല. ഇഫ്കോണ്ട് ഉദ്യോഗസ്ഥരെ മുന്നറിയിപ്പുള്ള സ്ഥലം മാറ്റി പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ നിയമിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ എന്താണ് ജാഗ്രതയോടെ പോകേണ്ടതല്ലേ? ജാഗ്രതയോടെ പോകേണ്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ടൗൺഷിപ്പ് പോലുള്ളൊരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു തടസ്സം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത് നമ്മുടെ നാടാകെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഏറെക്കുറെ കാര്യങ്ങളെല്ലാം പൂർത്തിയായതാണ്. ഇനി അതിൻ്റെ അവസാന ഘട്ടം നടപ്പാക്കുക എന്നുള്ളത് മാത്രമേ വേണ്ടൂ. അതിന് തടസ്സമായിട്ട് ഗവൺമെൻറ് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വേഗം തന്നെ അത് പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പരിസ്ഥിതിയോളം മേഖലയിലാണ് ഈ പദ്ധതി ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ദുരന്തം ഉണ്ടായതെന്നുള്ള ആരോപണം പലപ്പോഴും ഉയരുന്നുണ്ട്. ഈ പദ്ധതി വേണ്ടെന്നുള്ള തോന്നുന്നുണ്ട്. കർക്കിടമാസം വരുന്നേ ഉള്ളൂ. രാമായണം മുഴുവൻ വായിച്ചിട്ടും മറ്റവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചതുപോലെയുള്ള ചോദ്യമാണിത്. ഇതാണല്ലോ ഞാൻ ഇതേവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പദ്ധതി വേണ്ടാന്ന് മനസ്സിൽ തോന്നിയിരുന്ന ചിലരുണ്ടായിരുന്നു. അവർ പിന്നെ ഇത് പദ്ധതി ആവശ്യമാണ് എന്നുള്ള മട്ടിലേക്ക് എത്തിയിരുന്നു. അവർ വീണ്ടും പഴയതിലേക്ക് പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത് നേരത്തെ. ഇവിടെ പദ്ധതി ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വയനാടിന് മാത്രമായിട്ടുള്ളതല്ല, നാടിൻ്റെ പൊതുവായ വികസനത്തിന് ഒഴിച്ചുകൂടാത്തതാണ് ഈ പദ്ധതി. അപ്പോൾ ആ പദ്ധതി നടപ്പാവുക എന്നത് ഏറ്റവും പ്രധാനം തന്നെയാണ്.